ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ റനാൻജും അഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒരു സ്കൂളില്ലാത്ത ദിവസം എങ്ങനെയാണ് പഠിക്കുന്നത്, അതിൻ്റെ ഒരു റുട്ടീൻ കാണിച്ച് വീഡിയോ ചെയ്യുമോ, എങ്ങനെ പഠിക്കണം എന്നുള്ളത് കാണിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഇപ്പോൾ എന്തായാലും നമുക്ക് എക്സാമൊക്കെ ആകാറായി. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം, കുറച്ച് ബ്രേക്ക് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ഇതുപോലെ പഠിക്കുക, ബ്രേക്ക് എടുക്കുക, പിന്നെ പഠിക്കുക, അത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. അത് തന്നെയായിരിക്കും എൻ്റെ ഈ ഒരു റുട്ടീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരുപാട് ബ്രേക്ക് എടുക്കാറില്ല ഗൈസ്. എനിക്കൊരു കാര്യം വിചാരിച്ചാൽ അത് തീർത്തിരിക്കണം, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള ബ്രേക്കാണ് എടുക്കാറ്. ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ എനിക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളത് ഞാനൊരു പേപ്പറിൽ എഴുതി വെക്കും. അതൊന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെക്കും, ഇതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എഴുതി വെക്കും. കുറച്ചൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എഴുതാറില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ സബ്ജക്റ്റിൽ ഈ ചാപ്റ്ററൊക്കെ തീർക്കുമെന്ന് എഴുതിയിട്ടാണ് തുടങ്ങാറ്. അതുപോലെ നിങ്ങളും എന്തൊക്കെയായിരിക്കും അന്ന് പഠിക്കാന്നുള്ളത്, ആ ഒരു സബ്ജക്റ്റ് ഇന്ന് ചാപ്റ്റർ അത് നിങ്ങൾ എഴുതുമെന്നെങ്കിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ തന്നെ എല്ലാ ചാപ്റ്ററുകൾ തീർക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റിൽ തന്നെ എത്ര ചാപ്റ്ററാണോ തീർക്കുന്നത് അത് എഴുതുക. അല്ലെങ്കിൽ മിക്സ് ചെയ്ത് പഠിക്കുന്നതാണ് അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് കെമിസ്ട്രി പഠിക്കാനാണ്. ആദ്യം ഒരു ഉച്ച വരെ ഞാൻ കെമിസ്ട്രി പഠിക്കുക, അതിനുശേഷം വേറെ സബ്ജക്റ്റ് ബോട്ടണിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കെമിസ്ട്രിയിൽ ഹൈഡ്രോ കാർബൺസ് ആണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അത്യാവശ്യം എക്സാമിന് ഞാൻ ഒട്ടും പഠിക്കാത്ത ഒരാളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഹാഫ് ഇയർലിക്ക് ശേഷം ഏതൊക്കെയാണ് ഓരോ സബ്ജക്റ്റിൽ പഠിപ്പിച്ചത് അതാണ് ഞാനിപ്പോൾ പഠിക്കുന്നുള്ളത്. അതിൻ്റെ റിവിഷൻ ചെയ്ത് പോയ ശേഷം പിന്നെ ഒരു നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പം ഈ ആദ്യം തൊട്ട് പഠിച്ചതൊക്കെ ഞാൻ റിവിഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് സ്പീഡിൽ പഠിക്കുന്നില്ല. കാരണം അത്യാവശ്യം മനസ്സിലാക്കി നല്ല രീതിക്ക് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റിവിഷൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ലല്ലോ. കാരണം ഞാൻ ഒട്ടും പഠിക്കാത്ത ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ഹാഫ് ഇയർലിക്ക് ശേഷമുള്ള നന്നായി പഠിച്ചിട്ട് തന്നെ ബാക്കിയുള്ള എല്ലാം റിവിഷൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. സാധാരണ എക്സാം അടുത്ത സമയമൊക്കെ ആണെങ്കിൽ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ ഞാനൊരു ചാപ്റ്റർ തീർക്കാറുണ്ട്. ഇപ്പം ഞാൻ അത്ര സ്പീഡിൽ പഠിക്കുന്നില്ല. എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം പതുക്കെ മനസ്സിലാക്കി തന്നെയാണ് റിവിഷൻ ചെയ്ത് പോകുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പിന്നെ ഇത് പഠിക്കാനെടുക്കണം. ഇപ്പോൾ സ്പീഡിൽ പഠിച്ചു വീണ്ടും പരീക്ഷ ആകുമ്പോൾ വീണ്ടും പഠിക്കുന്നു, അതിനാണ് കുറേ പഠിക്കുമ്പോൾ അത് നല്ല ആത്മാർത്ഥതയോടെ കറക്റ്റ് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഹാഫ് ഇയർലിക്ക് മുമ്പുള്ളത് അതിന് ശേഷം പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഒട്ടും പഠിക്കാത്തവരൊക്കെ ഇപ്പം ഇമ്പോർട്ടൻ്റ് മാത്രം നല്ല രീതിക്ക് പഠിച്ചു പോകുകയായിരിക്കും ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന എന്തായിരിക്കും, പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യനൊക്കെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് ഏതൊക്കെയാണോ അത് നന്നായിട്ട് പഠിച്ചു പോകുമായിരിക്കും നിങ്ങളിപ്പോൾ ചെയ്യുന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബാക്കിയുള്ളത് മനസ്സിലാക്കി വെക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കി വെക്കാൻ മീൻസ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്, നിങ്ങളിപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുകയാണ്. ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ രീതിക്ക് ഉത്തരം അറിയില്ല. എന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചെടുത്ത് തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആൻസർ ചെയ്താൽ വേണ്ടി ശ്രമിക്കത്തില്ലേ? അതുപോലെ ഇപ്പം ഈ ഒരു ഏത് വേണമെങ്കിൽ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് തന്നെ ചോദിക്കണം എന്നില്ല എക്സാമിന്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ബാക്കി പഠിക്കാതെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഷയിൽ തന്നെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എന്തെങ്കിലുമൊക്കെ അത് ഇന്ന സംഭവമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് നിങ്ങൾക്ക് എക്സാമിന് അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു ആൻസർ എഴുതാൻ പറ്റുന്ന തരത്തിലെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം ആ ഒരു ഭാഗത്ത് നിന്ന്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറിയാത്ത കൊണ്ടുള്ള മാർക്ക് പോകത്തില്ല. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ആ കാര്യം മനസ്സിലാക്കി അതൊരു പേപ്പറിൽ എഴുതിയെടുക്കുക. അതെന്തായാലും എഴുതിയെടുക്കണം. കാരണം അത് നിങ്ങൾക്ക് റിവിഷൻ്റെ സമയത്ത് ഉപകരിക്കും. കാരണം ഈ എക്സാമിന് കുറച്ച് ദിവസം മുമ്പൊക്കെ ആ ഒരു മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി റിവിഷൻ ചെയ്യുമ്പം. അപ്പം അങ്ങനെ കൂടി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗത്തിന് കംപ്ലീറ്റ് ഒഴിവാക്കരുത്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താ സംഭവം എന്ന്. അതിൽ 1-2 കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഉച്ച വരെ ഈ ഒരു ഹൈഡ്രോ കാർബൺസ് എന്നുള്ള ചാപ്റ്റർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി ഭയങ്കര ടഫാണെന്ന്. ശരിയാണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ ഫിസിക്സിനേക്കാളൊക്കെ കുറച്ചും കൂടി ഒന്ന് ഗ്രഹിച്ചെടുക്കാൻ പാടാണ് കെമിസ്ട്രി. അപ്പോൾ അതിന് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, PYQs ചെയ്യണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും നമ്മൾ ഒരുപാട് തിയറി പാർട്ട് കുറേയൊക്കെ ഇങ്ങനെ
കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാത്തിൽ നിന്നും മനസ്സിലാക്കി വെക്കണം. ഞാൻ കണ്ടൊരു കാര്യം കൂടിയാണ്. അതായത് ഈ PYQസിൽ നമ്മൾ ചിലപ്പം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തിയറി പാർട്ടും കാര്യങ്ങളും എന്താണ് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ എക്സാമിന് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് പഠിച്ചിട്ടേ ഇല്ല. അതെന്താണെന്ന് വലിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഹാഫ് ഇയർലി എക്സാമിന് ഭയങ്കര തിരക്കിലായിരുന്നു പഠിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വളരെ സിമ്പിളായ രീതിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനെ എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ അതുകൊണ്ട് എല്ലാം എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം. കഴിയുന്നതും എഴുതി തന്നെ പഠിക്കുക. ഏതൊരു ഇക്വേഷൻ ആണെങ്കിൽ പോലും എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിൽ കയറത്തുള്ളൂ. പ്രത്യേകിച്ച് +1 ഈ ഹൈഡ്രോ കാർബൺസ്, ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ എഴുതി തന്നെ പഠിക്കണം. കുറേ പേർക്ക് അത് ടഫുള്ള ഒരു ചാപ്റ്റേഴ്സ് ആയിരിക്കും. എനിക്കും അത് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, ഭയങ്കര ടഫാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, അതിൻ്റെ PYQs ചെയ്തപ്പോൾ, ഹൈഡ്രോ കാർബൺസിൻ്റെ PYQ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഈ ചാപ്റ്ററിൽ ഒരുപാട് റിയാക്ഷൻസ് ആണുള്ളത്. ആ റിയാക്ഷൻസ് എല്ലാം വളരെ ശരിക്കും നമുക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഏതാണോ ടീച്ചർ തന്ന എക്സാമ്പിൾസ് അത് വളരെ കൃത്യമായിട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കറക്റ്റ് മനസ്സിലാക്കിയിട്ടാണ്. ഒന്നുമില്ല, ഒരു 2-3 തവണ എഴുതി പഠിക്കുമ്പോൾ തന്നെ അത് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ഞാൻ PYQs നോക്കിയപ്പോൾ അതിലെല്ലാം അധികവും നമുക്ക് ടെക്സ്റ്റിൽ തന്ന എക്സാമ്പിൾസിൻ്റെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഈ ചെയ്യാൻ, ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്താ, അങ്ങനെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി എല്ലാത്തിലും ചാപ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇതിലെല്ലാം ഡയറക്റ്റായിട്ട് നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്താൻ പറ്റുന്ന തരത്തിലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ചാപ്റ്ററിൽ 8 മാർക്ക്. അപ്പോൾ അതിനുശേഷം 2 മണിയാകുമ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇതെല്ലാം നിർത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഞാൻ ബോട്ടണി പഠിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചോറ് കഴിക്കുമ്പം അതിൻ്റെ ഇടയിൽ നിന്ന് 2 മണി വരെ ഞാൻ ഒരുപാട് ബ്രേക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ചെറിയ 5 മിനിറ്റ് ബ്രേക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും സംസാരിക്കാനൊക്കെ മാത്രമായിട്ട് എടുത്തതാണ്. 3 മണിക്കാണ് ഞാൻ ഇരുന്നത്. ഇനിയിപ്പോൾ ഇത് രാത്രി വരെ ഇതിൽ ചാപ്റ്റേഴ്സ് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ റെസ്പിറേഷൻ, പിന്നെ പ്ലാൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതൊക്കെ എനിക്ക് ഞാൻ ഹാഫ് ഇയർലിക്ക് ശേഷമുള്ള പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതൊരു രാത്രി 10-10:30 വരെയൊക്കെ ആയിരിക്കും ഇത് പോവുക. ഇങ്ങനെയാണ് ഗൈസ്. ഇനി പിന്നെ അത് രാത്രി വരെ എന്തായിരിക്കും, ഈ ബോട്ടണി പഠിക്കും, ബ്രേക്ക് എടുക്കും, ചായ കുടിക്കും, രാത്രി ഫുഡ് കഴിക്കും. ഇങ്ങനെയായിരിക്കും ഗൈസ് എൻ്റെ ഇപ്പോഴത്തെ റുട്ടീൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഇന്നത്തെ രാത്രി വരെയുള്ള റുട്ടീൻ. പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഞാനൊരു കാര്യം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ തൊട്ട് ഞാൻ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഞാനൊരു ലൈവ് പോലെ വരാമെന്ന്. ഒരു കുറേ നേരത്തൊന്നുമല്ല, ഒരു 10-15 മിനിറ്റ് ലൈവ് വന്നിട്ട് ജസ്റ്റ് ഞാൻ ഇന്നെന്താ പഠിക്കുന്നത്, എൻ്റെ റുട്ടീൻ ജസ്റ്റ് പറഞ്ഞിട്ട്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈവിൽ ചോദിക്കാം. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്റ്റഡി ചാലഞ്ച് പോലെ ഞാൻ ഇനി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ അത് കാണുമ്പോൾ കുറേ പേർക്കൊക്കെ മോട്ടിവേഷൻ ആകും പഠിക്കാനായിട്ട്. പിന്നെ ചിലരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്, എക്സാം ഉണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു എക്സാം അല്ല, നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ പബ്ലിക് എക്സാമിന് വേണ്ടി തന്നെയായിട്ട് പഠിച്ചോളൂ. ആ ഒരു എക്സാം നമ്മുടെ സ്കൂളിൽ നിന്നുള്ള സാധാരണ എക്സാം അല്ല. അപ്പോൾ അതിന് നിങ്ങളിപ്പോൾ അറിയുന്ന പോലെയൊക്കെ എഴുതി വെച്ച് വന്നാൽ മതി. ആ ഒരു എക്സാമിന് വേണ്ടിയായിട്ട് മാത്രം പഠിക്കരുത്. ഇപ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിക്കുന്നത് അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക. നിങ്ങളുടെ റിവിഷനൊക്കെ എവിടം വരെയായോ, അല്ലെങ്കിൽ പഠിച്ചത് എവിടം വരെയായോ, എങ്ങനെയാണ് പഠിക്കുന്നുള്ളതൊക്കെ കമൻറ്റ് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് അറിയിക്കുക. Bye bye. This is me, Rananjum Ashraf, signing off.